അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫൈനലി മാർക്കോ കണ്ടിരിക്കുന്നു. കുറച്ച് ലേറ്റായി കാരണം ഞങ്ങൾ മഹാരാഷ്ട്രയിൽ താമസിക്കാൻ. അതുകൊണ്ട് അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല മലയാള സിനിമ കുറച്ച് ദൂരെയായിരുന്നു, 10-15-20 കിലോമീറ്ററിനായിരുന്നു. അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഫസ്റ്റ് ഷോ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അടുത്ത് പിന്നെ ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് അത് കാണാൻ പോയില്ല. എനിക്ക് മലയാളത്തിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. കാര്യത്തിലോട്ട് വരാം. ആക്ച്വലി സിനിമ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും വയലൻസ് ഉണ്ട് മൂവിക്കകത്ത്. സത്യം. അപ്പൊ നമ്മൾ എന്താണ് വെച്ചാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും പിക്ചറിനകത്ത് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല. നമ്മള് ഫുൾ എത്ര എനിക്ക് തോന്നി ഇന്റർവെല്ലൊക്കെ ഇത്ര പെട്ടെന്ന് സിനിമ അതെ എനിക്ക് തോന്നി സമയം സിനിമ കഴിഞ്ഞു. അതെ ഈ ഇന്റർവെല്ലൊക്കെ വെച്ചാൽ നമ്മള് കാരണം നമ്മൾ അത്രയും മൊഴുകിയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇന്റർവെൽ വന്നത്. നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ മൂവിക്ക് കയറിയിട്ടെന്നുള്ളത്. 1.5 മണിക്കൂറല്ല, 1 അവർ. മറ്റുള്ള പിക്ചറുകൾ കാണാൻ പോകുമ്പോൾ പിള്ളേർ ഇടയ്ക്ക് ഇന്റർവെൽ ആകുമ്പോൾ പോകുന്നു, അത് മേടിക്കുന്നു ഇത് മേടിക്കുന്നു, വന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് അനക്കമേ ഇല്ല. എന്താണെന്നറിയാം, നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഓ മൈ ഗോഡ് എന്നൊരു രീതിയിലായിരുന്നു നമ്മള്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ആ സിനിമയിലേക്ക് നമ്മൾ ആയിപ്പോയായിരുന്നു. നമ്മുടെ ഒരു മൈൻഡും മൊത്തം കൊണ്ട് നമ്മള് ആ സിനിമയിലേക്ക് നമ്മൾ ഇതായിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് വേറൊരു സിനിമ നമ്മൾ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചോണ്ട് കയറുന്ന പോലെ ഇതിന് യാതൊരു ആവശ്യമില്ല. നമുക്ക് പോപ്കോൺ ഒക്കെ വാങ്ങിച്ചോണ്ട് കയറേണ്ടതല്ലേ? സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പെട്ടെന്നായിരുന്നല്ലേ ഇന്റർവെല്ലിൽ എപ്പോഴും അറിയില്ല. ഇന്റർവെല്ലിൽ എപ്പോഴാ സിനിമ എപ്പോഴാണ് കഴിഞ്ഞു ഒന്നും അറിഞ്ഞില്ല, എല്ലാം പെട്ടെന്ന്. ഞാൻ ഈ സിനിമ കഴിഞ്ഞപ്പോ തിയേറ്ററിൽ കുറെ പേര് ഇത്ര എളുപ്പം പിക്ചർ കഴിഞ്ഞു എന്ന് വെച്ചാൽ അത്രയ്ക്ക് പോലും നമുക്ക് ബോർ അടിക്കുന്നില്ല. ബോറെന്ന് ഒരു വിഷയമേ അല്ല ബോറ്. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകുന്നില്ല. മറ്റുള്ള സിനിമകളിൽ നമുക്ക് എങ്ങനെ തോന്നുന്നു, ഓ വല്ല കോൾ അറ്റൻഡ് ചെയ്യാം, കോളൊക്കെ വരുമ്പോ ഈ ഫോണിൽ കളിക്കാതെ നമുക്ക് മെസ്സേജ് നോക്കുന്നു. ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഫോൺ ഉണ്ടെന്നുള്ളത് നമുക്ക് ഓർമ്മ പോലും ഇല്ല. ഇന്റർവെൽ ആയപ്പോ ഞങ്ങൾ ഓർത്ത് ഇത്ര പെട്ടെന്ന് ഇന്റർവെൽ ആയോ എന്ന് ഞങ്ങൾ അതെ സത്യം, അതൊരു ഫാക്ട് ആയിരുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ സൂപ്പർ ആയിരുന്നു, അടിപൊളി പിക്ചറായിരുന്നു, ഒരു രക്ഷയും ഇല്ല. ഞങ്ങള് ഫസ്റ്റ് ട്രെയിലർ കാണിച്ചു കൊടുത്തു. ട്രെയിലർ കാണിച്ചു കൊടുത്തപ്പോ ഫസ്റ്റ് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ഫസ്റ്റ് നല്ല വയലൻസ് ഉണ്ടാവും, ചിലപ്പോ കാണാൻ വരണ്ട. പിന്നെ ഞങ്ങൾ ട്രെയിലർ കാണിച്ചത് പറഞ്ഞു അത്രയും വയലൻസ്. ശരിയാ, കുട്ടികൾ എന്നോട് പറഞ്ഞു അമ്മ പേടിക്കും, ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു സിനിമയാണ്, അവിടെ വന്നിരുന്ന് കരയൊന്നും ചെയ്യരുത്, പേടിക്കൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഓ ഇതൊക്കെ എന്തുവാ, വലിയ പിക്ചർ ഞാൻ കണ്ടിട്ടുള്ളവളാന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കി കുട്ടികളോടെ പോയത്. ഞങ്ങളുടെ അടുത്തും അല്ലേ, ഞങ്ങൾക്ക് ഇച്ചിരി ദൂരം പോണം ഈ തിയേറ്റർ. 2 മണിക്കൂറിന്റെ സിനിമ ആണെങ്കിൽ അതിൽ 1.25 മണിക്കൂർ മൊത്തം ഞാനിങ്ങനെ നോക്കും ഇങ്ങനെ കണ്ടോട്ട് ഇങ്ങനെ ഇരുന്നത്. ഇവൻ മൊത്തം അത് കണ്ടോണ്ട് തന്നെ ഇരുന്നു. പക്ഷെ ഞാനും മമ്മിയും ഓരോ കരഞ്ഞു കൂന്ന പോലെ കൂന്നുന്നുണ്ട്. ഈ ലാസ്റ്റ് സീൻ ആയപ്പോ അവരുടെ ഫാമിലി ഉപദ്രവിച്ചപ്പോ നമ്മൾ ഓർക്കുകയോ നമ്മുടെ കൂടെ ആണ് ഇതൊക്കെ നമ്മൾ അത്രയ്ക്ക് മൊഴി. സമയത്ത് അവരുടെ ഫാമിലി ഉപദ്രവിച്ച് മൊത്തം ആൾക്കാരെ കൊല്ലുന്നതും എടുക്കുന്നതും കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു ഫീലിംഗ്. എന്നിട്ട് എന്നോട് ചോദിക്കാൻ തുണ്ണി പോകുന്നതിന് എന്തൊന്നും ചെയ്യാത്ത അവരെ പോയി കൊല്ലി അടിക്കുക. അതെ അതായത് ഉണ്ണി പോകുന്നത് അവരെ കൊല്ലാൻ, വില്ലന്മാരെ എന്താ കൊല്ലാത്തതാണ്. പക്ഷെ ഒരു കാര്യം സൂപ്പർ, ആ പ്രഗ്നന്റ് പേഷ്യന്റിനെ കുഞ്ഞു പുറത്ത് വരുന്നതോ അതിനെ കാലെ പിടിച്ച് തൂക്കിക്കൊണ്ടു അതൊന്നും കണ്ടു നിക്കാൻ പറ്റും. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ ഇടങ്ങലിട്ട് ഇങ്ങനെ നോക്കുന്നു. ചോര കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ആക്സിഡന്റ് അവിടെ വെച്ചപ്പോ സത്യം പറയട്ടെ, സ്റ്റോറി പറയണ്ട കാണാത്ത അല്ല എല്ലാവരും കണ്ടു കാണല്ലേ ഇപ്പൊ മോസ്റ്റ്ലി. എനിക്കറിയില്ല, കാണാത്ത ഫസ്റ്റ് ആയിട്ട് പോയി കാണുക. ഞാൻ ഓഫീസിലൊക്കെ സ്റ്റാഫിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊക്കെ എന്ത് അഭിമാനം എന്നറിയോ. ഇങ്ങനെ സത്യം ഒരു മലയാള സിനിമയില് ഇത്രയും സൂപ്പർ ആയിട്ട് ഇവന്റെ കമന്റ് കേൾക്കണം. ഫുൾ പോസിറ്റീവ് കമന്റ്, സൂപ്പർ. ഒരു ഹോസ്പിറ്റലിൽ പോയി എന്റെ കൂട്ടുകാരിമാരോടൊക്കെ പറയും ഹിന്ദിയിലാണെങ്കിലും നിങ്ങൾ പോയി കാണണം, മാർക്കോ കാണണം. ആ മാർക്കോ എന്നുള്ള ഒരു പിക്ചർ നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് ഞാൻ എല്ലാവരും മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. രക്ഷയില്ല. എന്ത് നെഗറ്റീവ് ഇപ്പൊ ആരെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ മാർക്കൊക്കെ? ഒരു നെഗറ്റീവ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഒരു ഫുൾ വയലൻസ് പാക്കേജ് തന്നെ. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് 18+ ആണ്, അതായത് നമ്മള് പ്രഗ്നന്റ് വുമൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, അധികം പ്രായമുള്ളവരായിക്കോട്ടെ, നമ്മൾ പോയി കാണാണ്ടിരിക്കുക.
അല്ല അതൊക്കെ അവനവന്റെ ഇഷ്ടം, അവർക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടോട്ടോ. ഡയറക്റ്റ് പിന്നെ ആവുന്നതും അധികം വയസ്സായ ആൾക്കാരും പിന്നെ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊന്നും പോവാണ്ടിരിക്കണ്ടാവും കുറച്ചുകൂടി നല്ലത്. പിന്നെ അതിപ്പോ എല്ലാരും പറയുന്നത് തന്നെ. ഹാർട്ടിനൊക്കെ അസുഖമുള്ളവരൊന്നും പോയി കാണാതിരിക്കുന്നതാണ് സത്യം സത്യം. അത്ര കറക്റ്റ് വയലൻസ് ചെയ്യുന്ന ഒരു രക്ഷയില്ല. നമുക്ക് എന്തെങ്കിലും കണ്ടോടുന്ന ഫീലിങ്സ് ആവുന്നു, ഷോക്ക് ആവുന്നു, ഇങ്ങനൊക്കെ ഫീലിംഗ് ഇങ്ങനൊക്കെ ഉള്ളവര് കാണാണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റത്തെ റിവ്യൂ മാർക്ക് ഫസ്റ്റത്തെ റിവ്യൂ ആണ് അല്ലേ? ഞാൻ 2-3 മാസം മുന്നേ ഞാൻ പ്ലാൻ ഇട്ടത്, ഞാൻ ഈ ഫസ്റ്റ് റിവ്യൂ അറിയാൻ മാർക്കോന്റെ തന്നെ പറയുന്നത്. ആക്ച്വലി നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷോക്ക് പോവാൻ, പക്ഷെ 3 പേര് കൂടി സമയം ഒത്തില്ല. അതല്ല 2 വീലർ അല്ലേ, 2 വീലർ ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങോട്ട് 2 ബസ് കയറി ഇറങ്ങിയാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. എന്നാലും കണ്ടു ഫൈനലി സൂപ്പറായി. ഞങ്ങൾക്ക് ഇത്ര ഞങ്ങൾ രണ്ട് ബസ് കയറി ഇറങ്ങി പോയി കണ്ട മൂവി ആണെങ്കിലും സത്യം പറയട്ടെ എനിക്കൊരു വിഷമവും ഇല്ല, കാരണം മൂവി അത്രയ്ക്ക് പൊളിയായിരുന്നു. വന്നപ്പോഴേ നല്ല ക്ഷീണിച്ചു, അവിടെ എവിടെയും കറങ്ങി 2 ബസ് കയറി. എന്നാൽ പോലും നമ്മുടെ മനസ്സിനൊരു വിഷമം വന്നില്ല, അയ്യോ മൂവി ഇങ്ങനെ ആയിരുന്നല്ലോ. ഒരു രക്ഷയില്ലാത്ത മാസം ഇനി വേണമെങ്കിൽ ഇനിയും കാണാൻ പോകുന്നതാണ്. ഇനി ഒരു 3-4 ടൈംസും കൂടെ വേണമെങ്കിൽ ഞാൻ പോയി കാണും. ഞാൻ കാണും, സീരിയസ്ലി കാണും. കാണാനുള്ള ഇച്ഛയാണ്. അത്രയ്ക്ക് എന്റെ ബഡ്ജറ്റ് ഇല്ല 3-4 ടൈം കൊണ്ട്. ഞങ്ങൾ പോകും 1-2 തവണയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? സൂപ്പർ ഫുൾ സപ്പോർട്ടാ തന്നെ. സപ്പോർട്ട്. ഇനി ഏത് സിനിമ കാണാൻ പോണ്ട്? മോഹൻലാലിന്റെ ഏതോ ഒരു പിക്ചർ ഇപ്പം തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? ബാരൂസ്. ഇനി അത് കാണാം. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് അത് ഇറങ്ങിയില്ല, റിലീസായി. ഓ എപ്പോഴേ റിലീസ്, റിവ്യൂ വരാൻ തുടങ്ങിയല്ലോ. ഞങ്ങളുടെ റിവ്യൂ എല്ലാത്തിനും ക്ഷമിക്കണം. മഹാരാഷ്ട്ര അതുകൊണ്ട് അടുത്ത തിയേറ്റർ ഇല്ല, അതാ ഇഷ്യൂ. ഓക്കെ, എന്നാ ഞങ്ങൾ റിവ്യൂ ഇടും എന്തായാലും. താങ്ക് യു. ബൈ. ബൈ.